നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ പണ്ട് തൊട്ടേ വീഡിയോ കാണുന്നവർക്ക് ഈ സാരി ഓർമ്മയുണ്ടല്ലേ? നമ്മുടെ ഗ്ലാസ് കോട്ട അല്ലെങ്കിൽ നെറ്റ് കോട്ടയുടെ നെറ്റ് കോട്ട എന്നൊന്നും വലിയധികം പറയത്തില്ല. ഗ്ലാസ് കോട്ടയുടെ ഒരു വളരെ ബഡ്ജറ്റ് ഇതിനിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 325 നേരത്തെ എനിക്കൊന്ന് 425 കണ്ടാ കൊടുത്തോണ്ടിരുന്നത്, 490 അങ്ങനെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. ഇതിപ്പോൾ 325 കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് സെയിലാണ്. ഇതാണ് സാരി, ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി. ഇത് അന്നൊക്കെ ഒത്തിരി ആൾക്കാർ എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇത് ചുരിദാർ സെറ്റ് തയ്ക്കാനും ഫ്രോക്ക് തയ്ക്കാനും സ്കേർട്ട് തയ്ക്കാനും ഒക്കെ ഇതാണ് സാരി. കണ്ടോ, എനിക്കിതിപ്പോൾ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ വെള്ള ത്രെഡിൻ്റെ എംബ്രോയ്ഡറി പോയിരിക്കുക. കണ്ടോ, ട്രാൻസ്പെറൻസി ഇത്രയാണ്. ട്രാൻസ്പെറൻസി ഇത്രയാണ്. പിന്നെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്നത് പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് അല്ലാതെ പല കാര്യങ്ങൾക്കും തയ്ക്കാൻ, നല്ല കുർത്തിയൊക്കെ അടിക്കാൻ നല്ലതാണ്. പിന്നെ ഇതിനകത്തൊരു അന്ന് കൊടുത്തപ്പോഴത്തെ വന്ന ഒരു കൺഫ്യൂഷനാണ്, അത് ഞാൻ കാണിച്ചു തരുക. ഇത് പലർക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, എല്ലാ സാരിയിലും ഇങ്ങനെയാണ്. അതായത് കട്ട് വർക്ക് വരുന്നതും എംബ്രോയ്ഡറി വർക്ക് വരുന്നതും അങ്ങനത്തെ എന്ത് ടൈപ്പ് വർക്ക് ബോർഡറിൽ വരുന്ന സാരികളുടെയും അതിൻ്റെ ഒരു എൻഡുണ്ട്. അകത്തേക്ക് പോകുന്ന പോർഷനിൽ ഈ ഒരു വർക്ക് വരത്തില്ല, അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കട്ടിങ് വരുന്നവർക്ക് ഈ ഒരു വർക്ക് വരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എൻഡ് വരുന്നത്. ഇത് ഡാമേജ് അല്ല. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് മണ്ടത്തരം പറ്റി. ചിലർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ ഫോട്ടോ അയച്ച് കാണിച്ചിട്ട് ഡാമേജ് ആണെന്ന് പറയും. ഞാൻ എല്ലാം തിരിച്ചയച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും എടുക്കത്തില്ല, ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാ സാരിക്കും ഇത് തന്നെ എനിക്കകത്ത് പറ്റി, എനിക്കറിയത്തില്ല അത് പോയതാ. അപ്പം ഇത് കണ്ടോണം, ഇത് ഡാമേജ് അല്ല. ഇത് നമ്മുടെ അകത്തേക്ക് പോകുന്ന പോർഷനാണ്. അതായത് എംബ്രോയ്ഡറി വർക്ക് എൻഡ് ചെയ്യുന്ന പോർഷനിൽ അങ്ങനെയാണ് വരുന്നത്. ഇതാണ് സാരി. ഇനി എല്ലാത്തിൻ്റെയും കളേഴ്സ് കാണിക്കാം, അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിക്കാം. ആഷ് കളർ, ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ വേറെ ഡിസൈൻ. മുമ്പത്തെ ഡിസൈൻ ഒരു റോസാപ്പൂവിൻ്റെ ഡിസൈൻ ആയിരുന്നു. ഇതിപ്പോൾ ഒരു ലീഫിൻ്റെ പോലത്തെ ഡിസൈൻ, ലീഫും ഉണ്ട് ഫ്ലവറും ഉണ്ട്, അങ്ങനത്തെ ഒരു ഡിസൈൻ. പർപ്പിൾ. ഒരു കാര്യം ഓർക്കണം, ഇതിന് ഒന്നിലധികം പീസസ്, ഒന്നോ രണ്ടോ എണ്ണത്തിന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും സിംഗിൾ പീസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് റിഡക്ഷൻ സെയിലിൽ 325 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങളിത് വേണമെങ്കിൽ അപ്പം തന്നെ ബുക്ക് ചെയ്യുക, അപ്പം തന്നെ ക്യാഷ് ഇടുക. ഗ്രീനിൻ്റെ മുമ്പേ കാണിച്ചത് ബോട്ടിൽ ഗ്രീനിൻ്റെ ഇപ്പോൾ വേറെ മൂന്ന് ഡിസൈൻ കാണിച്ചു. ഇതൊരു ഡിസൈൻ, മുമ്പേ ആദ്യം കാണിച്ച വേറൊരു ഡിസൈൻ, ഇത് അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചത് മറ്റൊരു ഡിസൈൻ. യെല്ലോ, മാംഗോ യെല്ലോ. ഡിസൈൻ എല്ലാം മിക്സ് ആയിട്ടായിരിക്കുന്നത്. കളറും ഡിസൈനും എല്ലാം കളർ മിക്സ് ആയിട്ടിരുന്നോട്ടെ, ഡിസൈൻ മിക്സ് ആയിട്ടിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ വരും. നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടുത്തെ ഈ ഒരു സാധനം ബോർഡർ മാത്രമേ ഉള്ളൂ മാറുന്നുള്ളൂ. പിന്നെ ബോഡിയിലെ ആ ഒരു ബുട്ട, അത് ഇവിടെ കാണാം. ഇവിടെ ബുട്ട മീൻസ് ആ ഒരു വർക്ക് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇച്ചിരി മുമ്പേ കാണിച്ചതിൽ ഡാർക്ക് മാംഗോ യെല്ലോ ആണെങ്കിൽ ഇതൊരു മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു മിക്സ് വരും. ഡാർക്ക് മാംഗോ യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മസ്റ്റാർഡ് യെല്ലോ മാംഗോ യെല്ലോ മിക്സ്. പൗഡർ ബ്ലൂ. ഇതുണ്ടോ, ഇത് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഈ സാരി പൊട്ടിച്ചിട്ടേ ഇല്ല. നമുക്കില്ലേ ഇത് ആ ഒരു സമയത്ത് ഇത് അന്ന് വാങ്ങിക്കുന്നവർക്കറിയാം, വാങ്ങിച്ചവർക്ക് ആ ഒരു സമയത്ത് എൻ്റെ ദൈവമേ ബണ്ടിൽ കണക്കിന് ലോഡ് കണക്കിന് സാധനം വിറ്റിട്ടുള്ളതാണ് നമ്മൾ. അന്ന് വന്നിട്ട്, അതായത് ഇപ്പം ഒരു 5-6 മാസമായി കാണും. അപ്പോൾ അന്ന് വന്നതിൻ്റെ പിന്നെ നമ്മൾ കുറേ ആയപ്പോൾ ഓർഡർ എടുക്കുന്നില്ലെന്നായി. ഇതിൻ്റെ സെയില്, ഓൺലൈൻ സെയിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരുന്ന സാരീസാണ്. അതുപോലെ സെയിലെന്ന് പറഞ്ഞാൽ അതുപോലെ സെയിലുണ്ട്. പലരും ഷോപ്പൊക്കെ അന്വേഷിച്ച് ദൂര സ്ഥലത്തുനിന്ന് വരുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് ഗ്ലാസ് കോട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇത് വേറെ സാധനങ്ങൾ തയ്ക്കാനാണ് പലരും മേടിക്കും. ഇതൊക്കെ ഇത്രയും ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, കയ്യിൽ ഇത്രയും ഇവിടെ വരെ വരുന്ന രീതിക്ക്, അതായത് ഇത്രയും വരുന്ന രീതിക്ക്, എൽബോയുടെ അത്രയും വരുന്ന രീതിക്ക് എംബ്രോയ്ഡറി വർക്കാക്കി ലൈനിങ് ഇട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിന്. ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ വേറൊരു ഗെറ്റപ്പ് ആണല്ലോ. ടോപ്പൊക്കെ അടിക്കാൻ നല്ല രസം, നല്ല പാർട്ടി വെയർ ആക്കി മാറ്റാം. ഇത് തന്നെ മസ്റ്റാർഡ് യെല്ലോയുടെ വേറൊരു
ഇത് റാണി പിങ്ക്. റാണി പിങ്കൊന്നും മെറൂണും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. തനി റാണി പിങ്ക് അല്ല, പക്ഷെ മെറൂണും അല്ല. ഇച്ചിരി കൂടുതൽ തോന്നിക്കുന്ന റാണി പിങ്കിൻ്റെ ഒരു കളറാണ്. പിസ്ത ഗ്രീൻ. പിസ്ത ഗ്രീൻ്റെ ലൈറ്റ്. എനിക്ക് പനിക്കുമെന്ന് തോന്നുന്നു, എന്തോ ഒരു പനിക്കോൾ ഫീൽ. പച്ച ഇപ്പം എത്ര ഡിസൈൻ ഉണ്ട് കാണിച്ചല്ലേ? കാണിച്ചതാണെങ്കിൽ നിങ്ങളുണ്ടല്ലോ നമ്പർ നോക്കി റിപ്പീറ്റഡ് ആയിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അപ്പം മാറിപ്പോകത്തില്ല. നമ്മൾ ഇതിന് നമ്പർ ഇട്ടിട്ടുണ്ട്. വൈറ്റ് ബ്ലൗസ് ഇല്ലേ, റെഡിമെയ്ഡ് ബ്ലൗസ്. ഇനി സാരിയായിട്ട് ഇൻ കേസ് നിങ്ങൾ സാരിയായിട്ട് കൊടുക്കുന്നെങ്കിൽ വൈറ്റ് റെഡിമെയ്ഡ് ബ്ലൗസ് ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഒരു റെഡിമെയ്ഡ് ബ്ലൗസും കൂടെ ഇട്ട് നോക്കിക്കേ. എന്നിട്ട് സാരി ഫോളും കൂടെ വെച്ച് കൊടുത്ത് നോക്കിയേ. സാരി ഫോൾ വെക്കുമ്പോൾ പറ്റുമെങ്കിൽ 2 സൈഡിലും വെക്കണം. ഞാൻ പറയട്ടെ, അടിയിലും വെക്കണം, മേളിലും വെക്കണം. അപ്പം ഇവിടെ ആ എംബ്രോയിഡറി നന്നായിട്ട് എടുത്ത് നിൽക്കും. ഇത്രയും നമ്മുടെ അകത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് സാരി ഫോള് പോകും. നല്ല ഭംഗിയായിരിക്കും ഉടുത്തു കഴിയാൽ. ഐഡിയ ഫ്രീ ആണേ കേട്ടോ. അയ്യോ എനിക്ക് പനിക്കുമെന്ന് തോന്നുന്നു, നല്ല മഴ എപ്പോഴും. ഞാനാണ് വലിയ ആളുകൾക്ക് പറഞ്ഞു നടക്കും, എനിക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടുതലാണ്, എനിക്ക് പകർച്ചവ്യാധിയൊന്നും പിടിപെടുകയില്ല, എനിക്ക് തലവേദന, കാലിന് വേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്നൊക്കെ വലിയ വകുപ്പടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഐഡിയ തോന്നുന്നു. പീച്ച് കണ്ടോ, ഇത് സെൽഫ് പ്രിന്റ് ആണ് കേട്ടോ. അന്ന് ഇങ്ങനെ തന്നെ വന്നായിരുന്നു. ചിലത് സെൽഫ് പ്രിന്റ്, ചിലത് കോൺട്രാസ്റ്റ്. ഇവിടെ വെള്ളയായിരുന്നു വന്നാൽ ഇതിപ്പോൾ സെൽഫ് പ്രിന്റ്. സെൽഫ് പ്രിന്റിനെ ഞാൻ നോക്കിയിട്ട് ഈ ഒരൊറ്റ ഷെയ്ഡേ ഉള്ളൂ, വേറെ ഇല്ല. ഈ കാണിക്കുന്ന അത്ര സാരിയുള്ളൂ. വളരെ ചുരുക്കത്തിന് മാത്രം 1-2 പീസും കൂടി എക്സ്ട്രാ ഉണ്ട്. കാണിച്ചാണോ ഇല്ലയോ? കാണിച്ചാണേലും സാരിയില്ല, നിങ്ങളത് കണക്കാക്കണ്ട കേട്ടോ. ലൈറ്റ് പീച്ച്, പൗഡർ ബ്ലൂവിൻ്റെ വേറെ ഷെയ്ഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.